അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം സീരീസിന്റെ 7th ഡേ ആയ ഇന്ന് നമ്മൾ എന്താക്കാൻ പോകുന്നതെന്ന് അറിയോ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അവിയലാണ്. അപ്പൊ ഇന്നത്തെ എന്റെ അവിയലിന്റെ റെസിപ്പി എന്ന് പറഞ്ഞാല് പൊതുവേ നമ്മൾ അവിയലാക്കുമ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്തിട്ട് അവിയലാക്കുക. പക്ഷെ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഇട്ടിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവിയലാണ് ആക്കുന്നത്. അപ്പൊ നമുക്ക് ഓണത്തിന് സദ്യക്ക് അവിയലും കൂടി ഉണ്ടാവുമല്ലോ, അവിയൽ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ അവിയൽ എങ്ങനെയാക്കാന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അവിയലാക്കാൻ വേണ്ടി ഞാനിതാ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ പച്ചക്കറികളാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ പച്ചക്കറികളൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിയലാക്കാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, വെജിറ്റബിൾസ് എല്ലാം ഒരേ ഷേപ്പിൽ നീളത്തിൽ വേണം കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് അവിയലാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഞാൻ ഇന്ന് അവിയലും മണ്ണിന്റെ ചട്ടിയിലാട്ടോ ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിന്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്, വലിയ ചീനച്ചട്ടി തന്നെ എടുത്തിട്ടുള്ളത്. അതെടുത്ത് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുള്ളത്, പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മൾ അവിയലിന് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിൻ്റെ ആദ്യം ഹാർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ചേനക്ക് പകരം ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് 1 by 1 ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ പച്ചക്കായാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കായും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ക്യാരറ്റും പംകിനും ഒരുമിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അധികം എടുത്തിട്ടുണ്ട്, 2 അല്ല, ഞാനൊരു 3 ക്യാരറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ആ ഓറഞ്ച് കളർ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്യാരറ്റും പംകിനും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്, ഹൈ ഫ്ലെയിമിലേക്കൊന്നും മാറ്റിയിട്ടില്ല. കാരണം എല്ലാ വെജിറ്റബിൾസും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ പടവലങ്ങയും ബീൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബീൻസ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നീളത്തിലുള്ള പയറില്ല, അതാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് പയർ കിട്ടാത്തതുകൊണ്ട് അതിന് പകരം ഞാൻ ബീൻസ് എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സാധനം എന്താണെന്ന് മനസ്സിലായോ? അതെ, നമ്മളെ കോവക്കയാണ് ഞാൻ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കോവക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മളെ കുമ്പളങ്ങയും മുരിങ്ങാക്കോലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുന്ന ടൈം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കല്ലുപ്പ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എൻ്റെ അളവിനുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ഞാൻ 2 ഗ്ലാസിൻ്റെ അളവിലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒന്ന് വെജിറ്റബിൾസ് മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഞാൻ അതും വേവിച്ചെടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമും ഹാഫ് ഫ്ലെയിമും വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. മൂടി അടച്ചു വെച്ചിട്ടാട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ മൂടി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഫുൾ ഫ്ലെയിമും ഹാഫ് ഫ്ലെയിമും വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളെ വെജിറ്റബിൾസ്. അപ്പോൾ ഒരു 10 മിനിറ്റ്സിന് ശേഷം ഞാനിവിടെ മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും ഏകദേശം വെജിറ്റബിൾസ് ഒക്കെ വെന്ത് ഇരുന്നുണ്ട്. അപ്പോൾ ഒരു സ്പാച്ചുലൈനെ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് വറ്റിച്ചെടുക്കുക വേണ്ടേ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഞാനിവിടെ ഫുൾ ഫ്ലെയിമും ഹാഫ് ഫ്ലെയിമും ആക്കിക്കൊണ്ട് തന്നെയാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. അപ്പം ഈ വെള്ളം വറ്റി വരുന്ന ടൈം നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനുള്ള അരവ് റെഡിയാക്കാം. അപ്പം നമ്മൾ അരവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് അരമുറി തേങ്ങ ചിരവിയത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണിൻ്റെ അളവിൽ ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി 1 ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾ പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുളകും കൂടി ചേർക്കേണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷെ മുളക് ഇപ്പോൾ അരക്കുമ്പോൾ എടുക്കുന്നില്ല. അതിന് പകരമല്ല, അതിൻ്റെ കൂടെ തന്നെ കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ ചേർത്തിട്ട് വെള്ളം ചേർക്കാണ്ട് വേണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു ചമ്മന്തീൻ്റെ പരുവത്തിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു രൂപത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. എന്താ പറയുക, സ്മൂത്ത് പേസ്റ്റ് ഒന്നും അരക്കണ്ട, ജസ്റ്റ് ജെർക്ക് ചെയ്ത് ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. അപ്പോൾ ഇനി ഈ മിക്സ് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമ്മൾ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരവ് ചേർത്തതിന് ശേഷം ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എങ്ങനത്തെ അവിയലാണ് ഇഷ്ടം? ഡ്രൈ ആയിട്ടുള്ള അവിയലാണോ അതോ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള അവിയലാണോ? എനിക്ക് കുറച്ച് ഗ്രേവി പോലെ ഇരിക്കുന്ന അവിയലാണ് കേട്ടോ വേണ്ടത്. കാരണം അതാകുമ്പോൾ വേറെ ഒരു കരുതികളോ എനിക്ക് വേണ്ട, അത് മാത്രം കൂട്ടിയിട്ട് ഞാൻ ഊണ് കഴിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് പറയാൻ മറന്നു പോകരുത് കമൻറ്റിൽ. നല്ലോണം മിക്സാക്കി ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ചേർക്കാനെന്ന് വെച്ചാൽ എനിക്ക് എരിവ് അധികം വേണ്ട. ഈ ഒരു ടൈം ആകുമ്പോൾ അത്ര എരിവ് നമ്മളെ ഗ്രേവിയിൽ ഉണ്ടാവില്ല. അപ്പോൾ പച്ചമുളക് ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. ആ ഒരു അരവായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്പാച്ചിലിനെ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നല്ല കട്ട തൈര് ഒന്ന് സ്പൂണിനെ കൊണ്ട് ബീറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈം നിങ്ങൾക്ക് ഉപ്പ് വേണ്ടെങ്കിൽ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പാകത്തിനുള്ള ഉപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തൈര് ആഡ് ചെയ്തതിന് ശേഷം അധികം ചൂടാക്കി എടുക്കാൻ പാടില്ല. നമ്മളൊന്ന് 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഒരു 4-5 തണ്ടിൻ്റെ അളവിൽ ഞാൻ കരിവേപ്പില എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കരിവേപ്പില വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ മേലെ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ചെയ്യുന്നത്. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം മൂടി ഓപ്പൺ ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് വേറെ ലെവൽ സ്മെല്ല് വരും കേട്ടോ അവിയലിൻ്റെത്. അത് അടിപൊളിയായിരിക്കും. കറക്റ്റ് ആ തിക്കായി കുറുകി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരു 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് മൂടി ഓപ്പൺ ചെയ്തിട്ട് സെർവിങ് പൗട്ടിലേക്ക് നമുക്ക് ഡിഷ് സെർവ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അവരുടെ റെസിപ്പി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയണേ. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മാത്രം പോരെ, ലൈക്കും ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കണ്ടേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരു നല്ല റെസിപ്പി ആയിട്ട് നാളെ കാണുന്നവരെ